സ്പാനിഷ് ലീഗിൽ അവസാന നിമിഷം വിജയം സ്വന്തമാക്കി ബാഴ്സലോണ. സെൽറ്റ വിഗോയെ നേരിട്ട ബാഴ്സലോണ ലെവൻഡോസ്കിയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. ആദ്യ പകുതിയുടെ അവസാനം ലാമിൻ യമാലിന്റെ അസിസ്റ്റിൽ ലെവൻഡോസ്കി ബാഴ്സയ്ക്ക് ആദ്യ ലീഡ് സമ്മാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ സെൽറ്റ മത്സരത്തിലൊപ്പമെത്തി. 47-ാം മിനിറ്റിൽ ഇയാഗോ ആസ്പാസ് ആണ് സെൽറ്റ വിഗോയ്ക്കായി ഗോൾ നേടിയത്. മത്സരം സമനിലയിലേക്കെന്ന് തോന്നിക്കവേ ഇഞ്ചുറി ടൈമിൽ ബാഴ്സയ്ക്ക് അനുകൂലമായി പെനാൽറ്റി. ലെവൻഡോസ്കിയുടെ ആദ്യ കിക്ക് സെൽറ്റ കീപ്പർ തടുത്തെങ്കിലും കിക്കെടുക്കും മുൻപ് കീപ്പർ ലൈൻ കടന്നതിനാൽ ഒരു വട്ടം കൂടി ലെവൻഡോസ്കിക്ക് അവസരം ലഭിച്ചു. ഇത്തവണ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ലെവൻഡോസ്കി ബാഴ്സലോണയ്ക്ക് വിജയം സമ്മാനിച്ചു. തുടർച്ചയായ 3-ാം മത്സരത്തിലും ഗോൾ കണ്ടെത്തിയ ലെവൻഡോസ്കിയുടെ ബാഴ്സലോണയ്ക്കായുള്ള ഗോൾ നേട്ടം ഇതോടെ 50 ഈ സീസണിൽ താരത്തിൻ്റെ 17-ാം ഗോളായിരുന്നു ഇത്. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 67% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് FC ബാഴ്സലോണയായിരുന്നു. 14ഓളം ഷോട്ടുകളാണ് ബാഴ്സ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 671 പാസുകൾ 86% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 13 ഷോട്ടുകളാണ് സെൽറ്റ വിഗോ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 333 പാസുകൾ 70% കൃത്യതയോടെ സെൽറ്റ പൂർത്തിയാക്കി. ജയത്തോടെ ലീഗിൽ 25 മത്സരങ്ങളിൽ നിന്ന് 54 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ് ബാഴ്സലോണ. 20 പോയിന്റുള്ള സെൽറ്റ 17-ാം സ്ഥാനത്തും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.